أعوذ بالله من الشيطان الرجيم إن الله يدخل الذين آمنوا وعملوا الصالحات جنات تجري من تحتها الأنهار والذين كفروا يتمتعون ويأكلون كما تأكل الأنعام والنار مثوى لهم. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വാലിഹായി കബൂൽ ചെയ്യുകയും നമ്മുടെ വീഴ്ചകളെ വിട്ടുപുറത്തു മാപ്പാക്കി തരികയും അവന്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം നമ്മെ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, ജീവിതം മടുത്തു എന്ന് പറയുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണിന്ന്. നിനക്ക് സമ്പത്തും സൗകര്യങ്ങളും ജോലിയും എല്ലാം ഉണ്ടായിട്ടും എന്തേ ജീവിതം മടുത്തത് എന്ന് അത്ഭുതത്തോടെ ആശ്ചര്യത്തോടെ കൂടെയുള്ളവർ ചോദിക്കാറുണ്ടെങ്കിൽ പോലും, സൗകര്യങ്ങളും സംവിധാനങ്ങളും എല്ലാം ഉണ്ടായിട്ടും എന്തോ ആളുകൾക്കൊരു ശൂന്യത നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കുറെ കാലം ജീവിക്കുക എന്നത് അവന്റെ സ്വപ്നമല്ലെങ്കിലും അല്പകാലം ജീവിക്കാൻ പറ്റിയാൽ പടച്ചറബിന്റെ പ്രീതി ലഭിക്കാവുന്ന കർമ്മങ്ങളിൽ മുഴുകാമല്ലോ എന്ന ഒരു താൽപര്യം ഒരു വിശ്വാസിയുടെ ഉള്ളിലുണ്ട്. അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള അടങ്ങാത്ത കൊതി ഒരു വിശ്വാസിയെ മതിക്കുന്നുണ്ടെങ്കിൽ പോലും, മരണത്തെ അവൻ ഭയക്കുന്നുണ്ടെങ്കിൽ പോലും, അല്പസമയം കിട്ടിയാൽ പടച്ചറബിനെ ദിക്റെടുക്കാമല്ലോ, ശുക്ർ ചെയ്യാമല്ലോ എന്ന് ചിന്തിക്കുന്നവരാണ് അറിവും ബോധവും പരലോകത്തെക്കുറിച്ച് കാഴ്ചപ്പാടുമുള്ള വിശ്വാസികൾ. ശാരീരികമായി വലിയ പ്രയാസവും പ്രതിസന്ധിയും നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണ്. തന്റെ കിടപ്പറയിൽ നിന്ന്, കിടക്കുന്നിടത്ത് നിന്ന് മലമൂത്ര വിസർജനത്തിന് പോലും എഴുന്നേൽക്കാൻ കഴിയാതെ വർഷങ്ങളായി അമർന്നു കിടക്കുന്നയാളെ നോക്കിയിട്ട് ആളുകൾ പറയാണ്, എന്തൊരു ജീവിതമാണിത്, എന്ത് കഷ്ടപ്പാടാണിത്, വല്ലാത്ത വിഷമമുണ്ട് താങ്കളെ കാണുമ്പോൾ എന്ന് വിഷമം പങ്കുവെക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ എന്തിന് വിഷമിക്കണം, എന്റെ റബ്ബിനെ സ്തുതിക്കാൻ എനിക്കൊരു നാവുണ്ടല്ലോ എന്ന്. ആ കിടപ്പിലും അയാൾ പ്രതിഫലം ലഭിക്കുന്ന ദിക്റുകളിലാണ്, ശുക്റുകളിലാണ്, ഹംദുകളിലാണ്, തസ്ബീഹുകളിലാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്ന് തീർന്നു കിട്ടിയെങ്കിൽ ജീവിതമെന്ന് ചിന്തിക്കുന്നൊരവസ്ഥയുണ്ടാവില്ല. കാരണം അവന്റെ ജീവിതം സ്വർഗലോകം നേടിയെടുക്കാനുള്ള മാത്സര്യമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നല്ലാഹ് യുദ്ഖിലുൽ ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. തീർച്ചയായിട്ടും വിശ്വസിക്കുകയും സുഹൃതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന ഒരു സ്വർഗ പൂന്തോപ്പുണ്ട് എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, എത്ര വലിയ AI വികസിച്ചു എന്ന് നമ്മൾ പറഞ്ഞാലും, എത്ര വലിയ വലിയ കാഴ്ചകളും അത്ഭുതങ്ങളും നമ്മൾ സാക്ഷ്യം വഹിച്ചാലും, ഒരു പ്രകൃതി അണിയിച്ചൊരുക്കിയ ഒരു ഭൂമികയെ കാണുക, ശാന്തമായി അവിടെ നിന്ന് അല്പനേരം കാറ്റുകൊണ്ടിരിക്കുക, അല്പം സമയത്തെ നമ്മുടെ മനസ്സിനെ ഒന്ന് കാമാക്കി, ഒന്ന് ശാന്തമാക്കി ആ പ്രകൃതിയോടൊപ്പം ഒന്ന് ഇരിക്കുക എന്നത് ഏതൊരാളുടെയും മനസ്സിന് ആശ്വാസം കിട്ടുന്ന ഒരു കാര്യമാണെങ്കിൽ വെറുതെയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗപ്പൂന്തോപ്പുകളിൽ നിങ്ങൾക്ക് വിരാജിക്കാമെന്ന് പറഞ്ഞത് നമ്മുടെ മനസ്സിന്റെ ആ ശാന്തതയുടെ ഒരു ഇടമാണ്. ഇത്തരം പ്രകൃതി എന്ന് മനസ്സിലാക്കിക്കൊണ്ടു തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആർക്കാണ് സുഹൃത്തുക്കളെ? വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും ചെയ്യുന്ന വിശ്വാസികൾ സ്വർഗത്തിലായിരിക്കും. വല്ലദീന കഫറൂ, സത്യനിഷേധികളാകട്ടെ, യതമത്തഊന വയഅകുലൂന കമാ തഅകുലുൽ അൻആം, അവർ ദുനിയാവിനെ ആസ്വദിക്കുകയാണ്. ഇഹലോകത്തിന്റെ അനുഭവങ്ങളിൽ സുഖം അനുഭവിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുകയാണ് അവർ. നാൽക്കാലികൾ തിന്നുന്നത് പോലെ തിന്നും കുടിച്ചും ഭോഗിച്ചും രസിച്ചും രമിച്ചും ജീവിക്കുകയാണ് അവരുടെ ജീവിതത്തിന്റെ ഉദ്ദേശം. വന്നാറു മസ്വൽ ലഹും, അതുകൊണ്ട് തന്നെ അവർക്ക് ചെന്നെത്താനുള്ള വാസസ്ഥലം നരകമാകുന്നു എന്നതാണ്. ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ തിന്നാനും കുടിക്കാനും ഭോഗിക്കാനും സുഖിക്കാനും ആസ്വദിക്കാനും ആർമാദിക്കാനും വേണ്ടി മാത്രം ഇറങ്ങിപ്പുറപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ജീവിതം നിരാശയല്ലാതെ മറ്റൊന്നും സമ്മാനിക്കുകയില്ല. ആയിരങ്ങളും പതിനായിരങ്ങളും മുടക്കി അവർ യാത്ര പുറപ്പെട്ടാലും തിരിച്ചു പോരുമ്പോൾ അവർ പറയും, നഷ്ടായി പൈസ,
വിചാരിച്ച പോലത്തെ ഒരു എന്റർടൈൻമെന്റ്, ഒരു എൻജോയ്മെന്റ്, ചില്ലും വൈബും അവിടെ ഇല്ലെന്നവർ പറയും. ജീവിതത്തിന്റെ എയിം ഭൗതികതയെ ആസ്വദിക്കലും അനുഭവിക്കലും തിന്നലും കുടിക്കലും ഭോഗിക്കലുമാകുന്നവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം മടുക്കാനും ജീവിതത്തിൽ ചടക്കാനും സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റബ്ബിനെ ആരാധിച്ചു ജീവിക്കാൻ പടച്ച റബ്ബ് തന്നിട്ടുള്ള അവസരമാണിതെന്ന് തിരിച്ചറിയുന്ന ഒരു വിശ്വാസി. നോക്കൂ, മരിക്കുന്ന മനുഷ്യൻ ചോദിക്കുന്നത് കുറച്ചു സമയം എന്തിന്? ലഅല്ലി അഅമല സാലിഹൻ. ഖബറിലുള്ള മനുഷ്യൻ തേടുന്നത് അല്പസമയം ദുനിയാവിലേക്കൊന്ന് മടക്കാൻ. എന്തിന്? ലഅല്ലി അഅമല സാലിഹൻ. പരലോകത്ത് വിചാരണയ്ക്ക് വേണ്ടി കളമൊരുങ്ങുമ്പോൾ മനുഷ്യൻ തലകുനിച്ചിട്ട് പറയുന്ന വാക്ക് അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹ. കണ്ടു കേട്ടു മനസ്സിലാക്കി പടച്ചോനെ, പരലോകം സത്യമാണ്, അല്പനേരത്തേക്ക് നീ ദുനിയാവിലേക്കൊന്ന് മടക്കി തരുമോ? പുണ്യകർമ്മങ്ങൾ പ്രവർത്തിക്കാനാണ്. അവസാനം നരകത്തിലെത്തിപ്പെടുന്ന മനുഷ്യൻ പറയുന്ന വാക്കും മഖ്രിജിനാ നഅമൽ സാലിഹ. പടച്ചോനെ, ഈ നരകത്തിൽ നിന്ന് പുറത്താക്കണം, നഅമൽ സാലിഹ, പുണ്യങ്ങൾ പ്രവർത്തിക്കാനെന്നാണ്. ഈ ആയത്തുകളൊക്കെ പഠിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു മിനിറ്റ് ഏറെ കിട്ടിയാൽ ആ പുണ്യം പ്രവർത്തിക്കാനായിരിക്കും അയാൾ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരാളെക്കുറിച്ച് റസൂലുള്ള അവനാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. നല്ല പൈസ ഉണ്ടാക്കുക, നല്ല സൗകര്യങ്ങൾ ഉണ്ടാവുക, നല്ല നല്ല സ്റ്റാറ്റസ് ഉണ്ടാകുക, അതൊക്കെ ഇന്ന് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയമാണ്. സൊസൈറ്റിയിൽ നല്ലൊരു സ്റ്റാറ്റസ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ. എന്നാൽ ഏറ്റവും ഖൈറായവൻ ആരാണെന്ന ചോദ്യത്തിന് റസൂൽ കൊടുത്ത മറുപടി കിട്ടിയ ആയുസ് കൊണ്ട് സുഹൃതങ്ങൾ പ്രവർത്തിക്കുന്നവൻ എന്നാണ്. നമുക്ക് ആകെ കുറച്ച് ആയുസ്സുള്ളൂ. അമ്മാർ ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ ഉമ്മത്തിന്റെ പ്രായം 60-നും 70-നും ഇടക്കാണ്. ഇന്ന് ഏറ്റവും അധികം മരണം യുവാക്കൾക്കിടയിലാണ്, വിദ്യാർത്ഥി പ്രായക്കാർക്കിടയിലാണ്. ഒരുപാട് പ്രായമായവർ മരണം കാത്തുകിടക്കുമ്പോൾ അവരെ പരിചരിക്കുന്നവരാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെ, ജീവന് വേണ്ടി പിടയുന്ന മനുഷ്യനെയും കൊണ്ട് ഒരു ആംബുലൻസിൽ ചീറിപ്പോകുന്ന കൊണ്ടുപോകുന്ന ആ യാത്രക്കാർ, സഹയാത്രികർ, കുടുംബക്കാർ, ആംബുലൻസ് അപകടത്തിൽപ്പെട്ട് രോഗി രക്ഷപ്പെട്ട് യാതൊരു പ്രയാസവുമില്ലാതെ കൂടെയുണ്ടായിരുന്ന ആരോഗ്യമുള്ളവർ മരിച്ചു പോവുകയാണ്. സുഹൃത്തുക്കളെ, ആയുസ് വളരെ തുച്ഛമാണ്. നമ്മുടെ ഉറക്കവും നമ്മുടെ മറ്റു കാര്യങ്ങളും മാറ്റിവെച്ചാൽ പിന്നീട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വളരെ കുറച്ച് ടൈമേ ഉള്ളൂ. 1/3 അല്ലെ, 60-ന്റെ 1/3 സമയം അതേ ഒരു പക്ഷേ നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ നമുക്കുണ്ടാവുകയുള്ളൂ. അതും തന്നെ നമുക്ക് അപര്യാപ്തമായി തോന്നുന്ന ഒരു സാഹചര്യം. അപ്പൊ നമ്മൾ എന്താ സഹോദരന്മാരെ ചെയ്യാൻ? ആയുസ് വർദ്ധിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ? മഹാനായ ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയോട് ചോദിക്കപ്പെട്ടു, ആയുസ് ദീർഘിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചത്, കുറെ ആയുസ് കിട്ടിയിട്ട് എന്താണ് കാര്യം? മൻ ത്വാല ഉംറുഹു വസാഅ അമലുഹു. ആർക്കാണോ ആയുസ് കുറെ കിട്ടിയത്, ആയുഷ്കാലം മുഴുവൻ അവൻ തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ അവന് ആ ദീർഘകാലം കിട്ടിയതുകൊണ്ട് എന്ത് ഖൈറാണുള്ളത്? എന്നാൽ ഒരാൾക്ക് നന്മ നിറഞ്ഞ ജീവിതം നയിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത് ഖൈറായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് നന്മ നിറഞ്ഞ പുണ്യങ്ങൾ പ്രവർത്തിക്കാൻ പറ്റുന്ന അമലുൻ സാലിഹുള്ള ദീർഘായുസ്സിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതിൽ തടസ്സമില്ല എന്ന് മഹാനായ പണ്ഡിതൻ തന്റെ ചോദ്യകർത്താവിന് മറുപടി പറയുകയാണ്. സുഹൃത്തുക്കളെ, ആയുസ് വർദ്ധിച്ചു കിട്ടും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ അൻ യുബസത ലഹു ഫീ റിസ്ഖി വയുൻസഅ ലഹു ഫീ അഥരി ഫൽയസിൽ റഹിമഹു. ആർക്കെങ്കിലും ദീർഘായുസ് ലഭിക്കാൻ, ഉപജീവനത്തിന് വിശാലത കിട്ടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർ കുടുംബം ചേർക്കട്ടെ. 3 വ്യാഖ്യാനങ്ങളാണ് ഈ ഉംറിലെ സിയാദത്തിന് പണ്ഡിതന്മാർ കൊടുത്തത്. ഒന്ന്, അക്ഷരാർത്ഥത്തിൽ വയസ്സ് കൂടും. അക്ഷരാർത്ഥത്തിൽ പടച്ചറബ് അയാളുടെ വയസ്സ് കൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടാകണം. അയാളുടെ സുഹൃതങ്ങൾ കാരണത്താൽ അയാൾ ഇന്ന ബാധ്യതകൾ നിർവഹിക്കുമെന്നത് കണ്ടുകൊണ്ട് അയാൾക്ക് ആരോഗ്യമുള്ള, ആഫിയത്തുള്ള, അമൽ സാലിഹുള്ള ഒരു ദീർഘായുസ് പടച്ചറബ് അക്ഷരാർത്ഥത്തിൽ നീട്ടിക്കൊടുക്കും. രണ്ടാമത്തെ വ്യാഖ്യാനം എന്ന് പറയുന്നത്, കുറച്ചു കാലമേ ജീവിക്കൂ എങ്കിൽ പോലും കൂടുതൽ കാലം ജീവിച്ച പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ അയാളെ കൊണ്ട് പറ്റും. ആള് 10-40 കൊല്ലം ജീവിച്ചിട്ടുണ്ടാവുള്ളൂ. ഇമാം നബവി റഹിമഹുള്ള അതിന് ഉദാഹരണമാണ്. രണ്ടാം ശാഫിഈ എന്നറിയപ്പെടുന്ന അദ്ദേഹം 40-നപ്പുറം 50-നപ്പുറം ജീവിച്ചിട്ടില്ല. അദ്ദേഹം 40 കൊല്ലമോ ചില്ലറയോ മാത്രമാണ് അദ്ദേഹം ജീവിച്ചത്. പക്ഷേ ആ കൊല്ലങ്ങൾ കൊണ്ട് വലിയ ചരിത്രം സൃഷ്ടിച്ചവരാണ് അവരെല്ലാം. അപ്പോൾ ആയുസ് നീണ്ടുകിട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എണ്ണം കൊണ്ട്, വർഷം കൊണ്ട്, ഏജ് കൊണ്ട് ആള് ഷോർട്ടായിരിക്കാം, പക്ഷേ ആ ചുരുങ്ങിയ കൊല്ലം കൊണ്ട് അയാൾ ധാരാളം നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു അയാൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്താണ്? കുറച്ചു കാലം അയാൾ ജീവിച്ചിട്ടുള്ളൂ. പക്ഷെ 100-120 കൊല്ലം ജീവിച്ച ആളെയും
ആൾക്കാർക്ക് ഓർമ്മല്ല. പക്ഷെ അല്പകാലം ജീവിച്ച ഇയാളെ ലോകം ഓർക്കുന്നു, അയാളുടെ അടയാളങ്ങളുടെ ബാക്കി നിൽക്കുന്നു, അയാളുടെ ആ ചുരുങ്ങിയ കാലം ചരിത്രത്തിന് പാഠമായി മാറുന്നു. അതാണ് ഈ സിയാദത്തുൽ ഉംറ കൊണ്ട് ഉദ്ദേശമെന്ന് പണ്ഡിതന്മാർ 3 വ്യാഖ്യാനം. അതുകൊണ്ട് തന്നെ ഈ 3 നമുക്ക് ലഭിക്കും. അക്ഷരാർത്ഥത്തിൽ നമുക്ക് നല്ല ദീർഘായുസ് ലഭിക്കും. ചുരുങ്ങിയ കാലം കൊണ്ട് കൂടുതൽ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും. ഈ കർമ്മങ്ങൾ നമ്മൾ മരിച്ചാലും നാം മരിക്കാതെ ഇവിടെ ജീവിക്കും. തന്റെ 25 കൊല്ലം വിനിയോഗിച്ചാണ് അമാനി മൗലവി തഫ്സീർ രചിച്ചത്. അമാനി മൗലവി മരിച്ചിട്ട് വർഷങ്ങളായി. ഇന്നും കേരളക്കരക്ക് ബൃഹത്തായ ഒരു മലയാള പരിഭാഷയുണ്ടെങ്കിൽ അത് അമാനി മൗലവിയുടെ പരിഭാഷയാണ്. കുറ്റവും കുറവും ചൂണ്ടിക്കാണിക്കാൻ ആളുകൾ പലരും വന്നിട്ടുണ്ടെങ്കിലും കുറ്റവും കുറവുമില്ലാത്ത തഫ്സീറുകൾ ലോകത്തില്ല. പകരം ഒരു തഫ്സീർ എഴുതാൻ ഒരാൾക്കും പറ്റിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ ഈ ഉംറിൽ നമുക്ക് വർധനവ് ലഭിക്കും എന്നുള്ളതാണ്. 3 ഉൾക്കൊള്ളാനുള്ള, 3 ഉൾക്കൊണ്ടിട്ടുള്ള ഒരു സിയാദത്ത് നമുക്ക് ലഭിക്കും. ശരിക്കും നമ്മുടെ വയസ്സ് എണ്ണപ്പെടുന്നത്, ഒരാൾ മരിച്ചു, അയാൾക്ക് എത്ര വയസ്സായിരുന്നു? 45 വയസ്സായിരുന്നു, യുവാവായിരുന്നു എന്നൊക്കെ ആൾക്കാർ പറയും. എന്നാൽ ചരിത്രം ഒരാളുടെ വയസ്സ് രേഖപ്പെടുത്തുന്നത് അയാളുടെ ഏജ് അല്ല, മറിച്ച് അയാൾ ജീവിതം കൊണ്ട് നിർവഹിച്ച ദൗത്യം നോക്കിയിട്ടാണ്. അയാൾ ജീവിതം കൊണ്ട് എത്രത്തോളം ആ ആയുഷ്കാലത്തെ, ആ ചുരുങ്ങിയ വർഷത്തെ അയാൾക്ക് രേഖപ്പെടുത്താൻ പറ്റിയോ ആ ഒരു രേഖപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ ഏറ്റവും ഒരാളുടെ ഉംറായിട്ട്, ഏജായിട്ട് കണക്കാക്കപ്പെടുന്നത്. സമയത്തിലും ആരോഗ്യത്തിലും നമുക്ക് ലഭിച്ച എല്ലാറ്റിലും ബർക്കത്തും ഊർജ്ജസ്വലതയും കൈവരിച്ചുകൊണ്ട് ജീവിക്കുന്ന കാലം മടുപ്പില്ലാതെ, ചടപ്പില്ലാതെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച സ്വർഗ്ഗത്തിനു വേണ്ടി മുന്നൊരുക്കങ്ങൾ നിർവഹിച്ച് മുന്നോട്ടു പോകാൻ സഹോദരന്മാരെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എന്ത് ചെയ്യാൻ സാധിക്കും? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില കർമ്മങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമുക്ക് ആയുസ്സിനെ ധാരാളമാക്കി വർദ്ധിപ്പിക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം 950 കൊല്ലം പ്രബോധനം നടത്തി. നമുക്ക് 1000 കൊല്ലം ജീവിക്കാനാവില്ല. എന്നാൽ 1000 കൊല്ലം ജീവിച്ചവരെക്കാളും നമുക്ക് നിർവഹിക്കാനുള്ള പണികൾ ചെയ്യാൻ സാധിക്കുമെന്നതാണ് ഇസ്ലാമിന്റെ മഹത്വം. നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്താണ്? ആയുസ്സിൽ ബർക്കത്തും അതിൽ ചുരുങ്ങിയ സമയം കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും ഉള്ളതിനെ തന്നെ ഏറ്റവും സുഹൃതമാക്കാനും പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്താനും സാധിക്കുന്ന കോലത്തിൽ സിയാദത്തുണ്ടായി കിട്ടുമെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ള ഒന്നാമത്തെ കാര്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, ഇന്നഹു മൻ ഉഅതിയ ഹദ്ദുഹു മിനർ റിഫ്ഖി ഫഖദ് ഉഅതിയ ഹദ്ദുഹു മിൻ ഖൈരി ദുനിയ വൽ ആഖിറ. ആർക്കെങ്കിലും പടച്ച റബ്ബ് എളിമ, താഴ്മ, വിനയം, സൗമ്യത അത് നൽകിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ദുനിയാവിലെയും ആഖിറത്തിലെയും ഖൈർ നൽകപ്പെട്ടു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വസീലത്തുർ റഹിമി വഹുസ്നുൽ ജവാരി വഹുസ്നുൽ ഖുൽഖി യഅ്മുറാനി ദിയാർ വയസീദാനി ഫിൽ അമാർ. 3 കാര്യങ്ങൾ ഒരാളുടെ ഭവനത്തെ നിർമ്മിക്കുകയും ഒരാളുടെ ആയുസ്സിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. എന്താണ് 3 കാര്യങ്ങൾ? ഒന്ന് സിലത്തുർ റഹിമാണ്, കുടുംബബന്ധം ചേർക്കുക എന്നുള്ളതാണ്. കുടുംബബന്ധം ചേർക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. നോക്കൂ, വിശുദ്ധ ഖുർആനിൽ 19 ആയത്തുകളിൽ കുടുംബബന്ധം ചേർക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് അല്ലാഹു. ഖുർആനിൽ 3 ആയത്തുകളിൽ കുടുംബബന്ധം മുറിക്കുന്നവരെ ശപിച്ചുകൊണ്ടും അവർക്ക് ശിക്ഷ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടും 3 ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബബന്ധം ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട ഉപദേശം എന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എനിക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ബന്ധം ചേർക്കുന്നവനെ അല്ലാഹു ചേർക്കും, ബന്ധം മുറിക്കുന്നവനെ അല്ലാഹു മുറിക്കും. സിലത്തുർ റഹിം മുഅല്ലഖത്തുൻ ബിൽ അർശ്, പടച്ച റബ്ബിന്റെ അർശുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ് സിലത്തുർ റഹിം. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമുക്ക് ചുരുങ്ങിപ്പോണ കാര്യമാണത് അല്ലെ? കുടുംബം സന്ദർശിക്കുക, അവരുമായി സ്ഥിരമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായ അധ്വാനമായി മാറിയിരിക്കുകയാണ്. ആളുകൾക്ക് അതിനൊന്നും സമയമില്ലാത്ത അവസ്ഥയിലേക്ക്, ആളുകൾ സ്വന്തം കാര്യത്തിലേക്ക് മുഴുകിപ്പോകുന്ന അവസ്ഥയിലേക്ക്, ആവശ്യമുള്ളപ്പോൾ മാത്രം മറ്റുള്ളവരെ സമീപിക്കുന്ന അവസ്ഥയിലേക്ക്, 1ഉം 2ഉം പറഞ്ഞ് പിണങ്ങുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുമ്പോൾ സഹോദരന്മാരെ എങ്ങനെ ബർക്കത്തും റഹ്മത്തും ലഭിക്കാനാണ്? അതുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയത് കുടുംബബന്ധം ചേർക്കുക എന്നതാണ്. സിലത്തുർ റഹിം തസീദു ഫിൽ ഉംർ.
കുടുംബബന്ധം ചേർക്കുന്നവർക്ക് ആയുസ്സിൽ വർധനവുണ്ടാകുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. രണ്ടാമത്തത് വഹുസ്നുൽ ജിവാർ വഹുസ്നുൽ ഖുൽഖ്, അയൽവാസി ബന്ധം ഏറ്റവും നല്ല നിലക്കാക്കുക എന്നതാണ്. കുടുംബബന്ധം ഏറ്റവും ഊഷ്മളമാക്കുക, രക്തബന്ധം അതേറ്റവും ഊഷ്മളമാക്കുക. നാട്ടിലുള്ള മുഴുവൻ ആളുകളോടും ഏറ്റവും നല്ല ബന്ധമായിരിക്കും, എല്ലാവർക്കും നല്ല അഭിപ്രായമായിരിക്കും. പക്ഷെ കുടുംബവുമായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ലാത്ത, പണ്ടെങ്ങാനോ പഠിച്ചു പിരിഞ്ഞവരുമായിട്ട് ഇന്നും കമ്മ്യൂണിക്കേഷൻ നിലനിർത്തി പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ കുടുംബവുമായി, കുടുംബത്തിലുള്ള രക്തബന്ധുക്കളുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത ആളുകളുണ്ട്. ജീവിതത്തിൽ ബർക്കത്തും നമുക്ക് ഖൈറും ലഭിക്കാനുള്ള ഒന്നാമത്തെ കാര്യമാണ് കുടുംബബന്ധം ചേർക്കുക. രണ്ടാമത്തത് അയൽവാസികളുമായിട്ട് നന്മ ചെയ്യാന്നുള്ള ഹുസ്നുൽ ജിവാർ. ആരാണൊരു മുസ്ലിം? തന്റെ അയൽവാസി തന്നെപ്പോലൊരു അയൽവാസിയെ ലഭിച്ചെങ്കിലെന്ന് കൊതിക്കുന്നവനായിരിക്കണം. അയൽവാസിയെ ഉപദ്രവിക്കുന്നവനാകരുത്. ലാ യഅ്മനു ജാറുഹു, അയാളുടെ ഉപദ്രവത്തെക്കുള്ള അയൽവാസി നിർഭയനല്ലെങ്കിൽ അവൻ മുസ്ലിം അല്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഏറ്റവും നല്ല നിലക്ക് സഹവർത്തിത്വത്തിൽ ഏർപ്പെടാനും കൊണ്ടും കൊടുത്തും സഹായിച്ചും സഹകരിച്ചും അവർ പരസ്പരം നിർവഹിക്കേണ്ട ബാധ്യതകളെ ഖുതുബയായി നമ്മൾ മുമ്പ് ഇവിടെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഏറ്റവും നല്ലൊരു അയൽപക്ക ബന്ധം ആയുസ് വർദ്ധിച്ചു കിട്ടാനുള്ള മാർഗമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു, അയൽവാസി ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ വിചാരിച്ചു എന്റെ സ്വത്തിൽ നിന്ന് ഞാൻ മരിച്ചാൽ അവർക്കും സ്വത്ത് അവകാശമുണ്ടാകുമെന്ന് എനിക്ക് തോന്നിപ്പോകുമാറ് അയൽപക്ക ബന്ധത്തെക്കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വാചാലമായി സംസാരിച്ചു എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളുടെ ഈമാൻ പ്രകടമാകുന്നത് നിസ്കാരത്തിൽ മാത്രമല്ല, അയാളുടെ അയൽപക്ക ബന്ധത്തിൽ കൂടെ അത് പ്രകടമാകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് സഹാബത്ത് ചോദിക്കുക, നബിയെ, ഇന്ന ഫുലാന, ഒരു പെണ്ണ്, അവൾ നമസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, സ്വതക്ക നിർവഹിക്കുന്നു, രാത്രി ഖിയാമുൽ ലൈൽ നിർവഹിക്കുന്നു, പക്ഷെ അവൾ അവളുടെ നാവ് കൊണ്ട് അയൽവാസികളെ ദ്രോഹിക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ലാ ഖൈറ ഫീഹാ ഹിയ ഫിന്നാർ, അവളിൽ ഒരു നന്മയുമില്ല, അവൾ നരകാവകാശിയാണ്. എന്നാൽ മറ്റൊരു പെണ്ണ് നിർബന്ധ ബാധ്യതകളാണ് നിർവഹിക്കുന്നത്, എന്നാൽ അയൽവാസികളെ ദ്രോഹിക്കാറില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൾ സ്വർഗത്തിലാണ്. അതുകൊണ്ട് കണ്ണും കാതും അവയവങ്ങളും നാവും എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് ഏറ്റവും നല്ല ഒരു അയൽപക്ക ബന്ധം കാത്തു സൂക്ഷിക്കാൻ പറ്റിയാൽ അതൊരാളുടെ ആയുസ്സിൽ ബർക്കത്തുണ്ടാക്കും, വർധനവുണ്ടാക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത്തത് കുടുംബ ബന്ധം ചേർക്കാൻ പറഞ്ഞു, അയൽപക്ക ബന്ധം ചേർക്കാൻ പറഞ്ഞു. അവരോടെല്ലാവരോടും, താൻ ഇടപെടുന്ന എല്ലാവരോടും ഏറ്റവും നല്ല സൽസ്വഭാവത്തോടുകൂടെ പെരുമാറാൻ വേണ്ടി പറഞ്ഞു. ജാഹിലിയത്തിലേക്കാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത്. കള്ളും യുദ്ധവും അനാവശ്യ ബന്ധങ്ങളും കലഹങ്ങളും വക്കാണങ്ങളുമായി ജീവിക്കുന്ന, തെറിവിളികളുമായിട്ട് ജീവിക്കുന്ന ആളുകൾക്കിടയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. എന്തിനാ പ്രവാചകൻ നിയോഗിച്ചത്? ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, എല്ലാ സൽസ്വഭാവങ്ങളുടെയും പൂർത്തീകരണത്തിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയമിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും സുന്ദരമായ പെരുമാറ്റം കാഴ്ചവെച്ചു. സ്വഹാബ റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരും തന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച് നബിയിൽ നിന്ന് സൽസ്വഭാവങ്ങൾ പഠിച്ച് മറ്റുള്ളവരോട് ഏറ്റവും മാന്യമായി പെരുമാറി. നമ്മുടെ മനസ്സ് ശുദ്ധമാവുക, നമ്മുടെ വാക്ക്, നമ്മുടെ നാവിലൂടെ വീഴുന്ന വാക്കുകൾ ശ്രദ്ധയോടുകൂടെയാവുക, അവയവങ്ങളുടെ ഓരോ മൂവ്മെന്റും ശ്രദ്ധിച്ചുകൊണ്ടാവുക. അതാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. മഹാനായ പണ്ഡിതൻ ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് പറയുകയാണ്, ഒരാൾക്ക് സൽസ്വഭാവം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അയാൾ മുഖപ്രസന്നതയോടുകൂടെയായിരിക്കും മറ്റുള്ളവരെ സമീപിക്കുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത് നന്മ മാത്രമായിരിക്കും. അയാളിൽ നിന്ന് ഒരാൾക്കും ഒരു തരത്തിലുള്ള ഉപദ്രവം ഉണ്ടാവുകയില്ല, അയാൾ ഉപദ്രവങ്ങളെ തടുക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരാളാണ് സൽസ്വഭാവി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മീസാനിൽ ഏറ്റവും ഭാരം തൂങ്ങുന്ന സൽസ്വഭാവമാണ്. പകൽ മുഴുവൻ നോമ്പ് നോറ്റ് രാത്രി മുഴുവൻ നമസ്കരിച്ച പുണ്യമാണ് ഒരു സൽസ്വഭാവിക്കുണ്ടാകുന്നത്. നമുക്കൊക്കെ സിറ്റുവേഷനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ പെരുമാറ്റം ഉണ്ടാവുക അല്ലെ. ചിലപ്പോൾ ഭയങ്കര നല്ല സ്വഭാവക്കാരൻ, എന്തോ ഒരു നല്ല സ്വഭാവം ഉപരിക്കുന്ന പറയാൻ ആൾക്കാർ. എന്നാൽ ചില സമയത്തോ അയാളെപ്പോലത്തെ ഒരു കുരുത്തം കെട്ട ഒരാളില്ലെന്ന് ആളുകൾ പറയുന്നൊരു സാഹചര്യം ഉണ്ടാവും. സംഭവം നമ്മളെ കുടുംബക്കാരൻ തന്നെയാണ്, പക്ഷേ സഹിച്ചൂല.
എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകണം. സിറ്റുവേഷൻ അനുസരിച്ചാണ്. സുഹൃത്തുക്കളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ടാവും. മാനസിക പ്രശ്നങ്ങളുണ്ടാവും, ശാരീരിക രോഗങ്ങളുണ്ടാവും, സാമ്പത്തിക പരാധീനതകളുണ്ടാവും. ഈ ഭാരങ്ങളെല്ലാം താനുമായി സന്ധിക്കുന്ന കണ്ടുമുട്ടുന്ന ആളുകളോടൊക്കെയും ഷെയർ ചെയ്ത് അവരെ എല്ലാവരെയും വ്രണപ്പെടുത്തിയിട്ട് കിട്ടുന്ന ഒരു ആനന്ദം എന്ന് പറയുന്നത് ഒരു പൈശാചികമാണ്. അധികം ആളുകളും അങ്ങനെയാണ്. തനിക്കൊരു വേദന അങ്ങാടി തൊറ്റതിന് അമ്മയോടെന്ന് പറയുന്ന പോലെ തനിക്കെന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ മറ്റുള്ളവരോടൊക്കെ അല്ലെ അത് തീർക്കുക എന്നുള്ള. സുഹൃത്തുക്കളെ, പ്രോബ്ലംസ് ഉണ്ടാവും, സ്വാഭാവികമാണ്. ആ പ്രോബ്ലംസിന് കൃത്യമായ സൊല്യൂഷൻസ് ഉണ്ടാവും. അതല്ലാതെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് കരുതിയിട്ട് ഉള്ള ബന്ധവും മുറിച്ചിട്ട് കൂടുതൽ പ്രോബ്ലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നവനല്ല ഒരു വിശ്വാസി. ക്ഷമിക്കാനും സമാധാനമടയാനും ഒരു വിശ്വാസിക്ക് നന്നായിട്ട് കഴിയണം. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്, കഷ്ടപ്പെടുത്തരുത്. നമ്മളെ കൊണ്ട് ഒരാൾക്കും ഒരു നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ഒരു ഇടങ്ങേറുണ്ടാക്കരുത്. സുറൂറുൻ തുദ്ഖിലുഹു ഇലാ കുല്ലി മുസ്ലിം. ആരാ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ? മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്നവനായിരിക്കണം. ഫിർഔൻ തന്നെ കൊല്ലുമെന്ന് മുന്നറിയിപ്പ് കേട്ടിട്ടാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നാടുവിട്ടത്. ഈജിപ്തിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പുറപ്പെടുമ്പോൾ അദ്ദേഹം തന്റെ ആട്ടിൻ പറ്റങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ പ്രയാസപ്പെടുന്ന 2 കുട്ടികളെ കണ്ടപ്പോൾ അവരുടെ ആടിന് വെള്ളം കൊടുത്തു. ഉയർന്ന് ഞാൻ തന്നെ ആകെ പ്രശ്നത്തിലാണ് എന്ന് പറഞ്ഞില്ല. നമുക്ക് വെള്ളമല്ല, ഇവിടെ വള്ളമില്ല, വെളിച്ചമില്ല, ഒരു അത്താണിയില്ല, എവിടുക്കാച്ചാ പോണ്, പടച്ചോനൊരു നബിയാക്കി പറഞ്ഞയച്ചും ചെയ്ത് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഒരു വിശ്വാസി എപ്പോഴും സമാധാനമടയുന്നവനാണ്. യസ്സിറു വല തുഅസ്സിറു. നിങ്ങൾ എളുപ്പമുണ്ടാക്കൂ, നിങ്ങൾ പ്രയാസമുണ്ടാക്കരുത്, നിങ്ങൾ വെറുപ്പിക്കരുത്, മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്. ലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യുറവ്വിഅ മുസ്ലിമ. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനെ വേദനിപ്പിക്കാനും പേടിപ്പിക്കാനും അവകാശമില്ല. അതുകൊണ്ട് പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായിട്ട് കാണാനും ആളുകളോട് മാന്യമായിട്ട് സൽസ്വഭാവത്തോടുകൂടെ പെരുമാറാനുമുള്ള ഒരു മനസ്സും വിനയവുമാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടത്. ഇത് കൂടുതൽ പ്രശ്നങ്ങളെ കലുഷിതമാക്കുകയാണ് ഇത്തരം സ്വഭാവക്കാർക്ക് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏതൊരു സാഹചര്യത്തിലും സൽസ്വഭാവത്തെ മുറുകെ പിടിക്കാൻ നമുക്ക് സാധിച്ചാൽ, ആ സ്വഭാവം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ അയൽപ്പക്കത്തും നമ്മളുമായി സഹവസിക്കുന്നവരോടും പ്രകടമാക്കിയാൽ നമുക്ക് നമ്മുടെ ആയുസ്സിൽ ബർക്കത്തും അതിൽ സിയാദത്തും എല്ലാ ഖൈറും ലഭിക്കുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു ഏറ്റവും നല്ല നിലക്ക് മുന്നോട്ട് പോകാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ചുരുങ്ങിയ ആയുസ് നൽകപ്പെട്ട നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാമത്തെ കാര്യം ആയുസ്സിൽ സിയാദത്ത് ലഭിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കലാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം ചുരുങ്ങിയ ആയുസ്സിൽ കൂടുതൽ പ്രതിഫലം ലഭിക്കാവുന്ന കർമ്മങ്ങളിൽ മുഴുകുക എന്നതാണ്. പിശാചിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനെ ശിർക്കിലേക്കും കുഫ്റിലേക്കും നയിക്കാൻ ശ്രമിക്കും. അതിന് കിട്ടാത്തവനെ കൊണ്ട് ബിദ്അത്ത് ചെയ്യിക്കും, അതിന് കിട്ടാത്തവനെ കൊണ്ട് വൻ പാപങ്ങൾ ചെയ്യിക്കും, അതിന് കിട്ടാത്തവനെ കൊണ്ട് ചെറുപാപങ്ങൾ ചെയ്യിക്കും. ഒരുപക്ഷെ മുകളിലുള്ളതിനൊക്കെ കിട്ടിയ ആളുകളെ കൊണ്ട് താഴെയുള്ളതൊക്കെ ചെയ്യിച്ചു എന്നും വരാം. ഒന്ന് മാത്രമേ ചെയ്യിക്കൂ എന്നൊന്നുമില്ല. വൻ പാപങ്ങളെ കിട്ടാത്തവനെ കൊണ്ട് ചെറുപാപങ്ങൾ ചെയ്യിക്കും, ചെറുപാപങ്ങൾക്കും കിട്ടാത്തവനെ കൊണ്ട് ഹലാലിൽ അവനെ കൊണ്ടുപോയി കെട്ടിയിടും. കുട്ടികൾ, കുടുംബം, ഇതൊക്കെ നമുക്ക് ഹലാലാണ്. ഭക്ഷണം, ജോലി, ഇതൊക്കെ ഹലാലാണ്. പക്ഷെ ആരാധനയെ ബാധിക്കുന്ന തരത്തിൽ നമുക്ക് ഹലാലായ കാര്യങ്ങളിൽ മുഴുകിപ്പിക്കുക എന്നുള്ളത് ശൈത്താന്റെ ഒരു അജണ്ടയാണ്. ആറാമത്തെ കാര്യം ഫദ്ല് കൂടിയതിൽ നിന്ന് ഫദ്ല് കുറഞ്ഞതിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുക എന്നുള്ളത്. ഏറ്റവും ഫദ്ല് കൂടിയ കർമ്മങ്ങൾ ഉണ്ടാവും. പള്ളിയിൽ ഒന്നാമത്തെ സഫിൽ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ മഹത്തായ അജ്റുള്ള കാര്യമാണ്, അല്ലെ? ഖതീബ് മിമ്പറിൽ കയറും മുമ്പ് ജുമഅക്ക് എത്തിപ്പെടുക എന്നുള്ളത് ഏറ്റവും അജ്റുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ 5-10 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങൾ അത് ജസ്റ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോൾ നമുക്ക് വലിയൊരു പ്രതിഫലം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അജ്റ് കൂടിയതിൽ നിന്ന് അജ്റ് കുറഞ്ഞതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഒരു വിശ്വാസി ചെയ്യേണ്ടത്, ചുരുങ്ങിയ ആയുസ്സിൽ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങൾ ചെയ്യാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ പള്ളിയിൽ നിസ്കരിക്കുന്നതും മറ്റു പള്ളിയിൽ നിസ്കരിക്കുന്നതും തമ്മിലുള്ള മാറ്റം 1000 ഇരട്ടി പ്രതിഫലം കൂടുതൽ കിട്ടും എന്റെ പള്ളിയിൽ, മദീന പള്ളിയിൽ. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസലാത്തുൻ ഫിൽ മസ്ജിദിൽ ഹറാമി അഫ്ളലു മിൻ 100,000 സ്വലാത്തിൻ ഫീമാ സിവാഹു. മറ്റു പള്ളികൾ നിസ്കരിക്കുന്നതിനേക്കാൾ 1,00,000 ഇരട്ടി പ്രതിഫലം കൂടുതലാണ് മസ്ജിദുൽ ഹറമിൽ നിസ്കരിക്കുന്നത്. അപ്പോൾ മറ്റു പള്ളികളെക്കാൾ മദീന പള്ളിയിലും അതിനേക്കാൾ മസ്ജിദുൽ ഹറമിലും നമസ്കരിക്കാനുള്ള അവസരങ്ങളെ പരമാവധി മുതലാക്കുക എന്നുള്ളതാണ്.
അപ്പൊ കൂടുതൽ അജ്ർ, ഒരു നിസ്കാരം കൊണ്ട് കൂടുതൽ ലാഭം. അങ്ങനെയാണ് നമ്മൾ ദുനിയാവിന്റെ കച്ചവടത്തിലൊക്കെ ആഗ്രഹിക്കുന്നത് അല്ലെ, കൂടുതൽ ലാഭം കിട്ടുന്നുണ്ട്. അപ്പൊ കൂടുതൽ ലാഭം കിട്ടുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ ജമാഅത്ത് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞു, സ്വലാത്തുൽ ജമാഅ അഫ്ളലു മിൻ സ്വലാത്തിൽ ഫദ്ദി ബി27 ദറജ. ഒറ്റക്ക് നിസ്കരിക്കണേക്കാളും 27 ഇരട്ടി പുണ്യമാണ് ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ. ഒറ്റക്ക് നിസ്കരിച്ചാൽ എത്ര കൂലി? 10 മുതൽ 700 വരെ കൂലി കിട്ടും. ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ 700 × 27. കണക്ക് പറയാൻ നമുക്കൊരു പക്ഷെ ആയിക്കോണമെന്നില്ല, ഒരു നിശ്ചിത അളവ് നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. അത്രയും അജ്ർ ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ കിട്ടും. അപ്പൊ എന്തായാലും നമ്മൾ നിസ്കരിക്കും. അത് നമ്മൾ റൂമിൽ നിസ്കരിക്കുന്നതിന് പകരം, ഓഫീസ് നിസ്കരിക്കുന്നതിന് പകരം, വീട്ടിൽ നിസ്കരിക്കുന്നതിന് പകരം നമ്മൾ ജമാഅത്തിന് എത്തുക എന്നുള്ളതാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജമാഅത്തിൽ പങ്കെടുക്കാവുന്നതാണ്. ഇനി അവർ ജമാഅത്തിൽ പങ്കെടുത്തില്ലെങ്കിലും അവരുടെ ആ ഒരു നീയത്ത് കൊണ്ട് അവർ വീട്ടിൽ കൃത്യസമയത്തിന് തന്നെ നിർവഹിച്ചാൽ അവർക്കും ധാരാളം പ്രതിഫലം ലഭിക്കുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജമാഅത്ത് നിസ്കരിക്കുക എന്നുള്ളത് ഒറ്റ നിസ്കാരം കൊണ്ട് കുറെ കൂലിട്ടുള്ള കാര്യമാണ്. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൻ സല്ലൽ ഇശാ في جماعة فكأنما قام نصف الليل ومن صلى الصبح في جماعة فكأنما صلى الليل كله. ആരെങ്കിലും ഇശാ ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ രാത്രിയുടെ പകുതി മുഴുവൻ നിന്ന് നിസ്കരിച്ച കൂലി. ടോട്ടൽ 12 മണിക്കൂറാണ് നൈറ്റെങ്കിൽ 6 മണിക്കൂർ നിന്ന് നിസ്കരിച്ച കൂലി. ആരെങ്കിലും സുബഹ് ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ 12 മണിക്കൂർ നിസ്കരിച്ച കൂലി. അതൊരു ഒരു താൽക്കാലിക കണക്ക് പറഞ്ഞാണ്. രാത്രി എത്രയുണ്ടോ അത് ഫുള്ള് നിസ്കരിച്ച കൂലിയാണ് സുബഹ് ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ. അപ്പോൾ അജ്ർ കൂടുതൽ നമുക്ക് ഓഫർ നൽകപ്പെട്ട കാര്യങ്ങൾ ധാരാളമുണ്ട് നമസ്കാരമായിട്ട്. അതന്നെ സുന്നത്ത് നിസ്കാരം. ഫദ്ലു സ്വലാത്തി റജുൽ ഫീ ബൈതിഹി അലാ സ്വലാത്തിഹി ഹൈസു യറാഹു الناس കഫദ്ലിൽ മക്തൂബ അലാ നാഫില. വീട്ടിൽ സുന്നത്ത് നിസ്കരിച്ചാൽ ഫർദ് നിസ്കരിക്കുന്ന കൂലി കിട്ടുന്നതാണ്. സല്ലു അയ്യുഹൻ നാസ് ഫീ ബുയൂതികും, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിന്ന് സുന്നത്ത് നിസ്കരിക്കുക. ഫഇന്ന അഫ്ളല സ്വലാത്തി സ്വലാത്തുൽ മർഇ ഫീ ബൈതിഹി ഇല്ലൽ മക്തൂബ. ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്ന നിസ്കാരങ്ങളാണ്. ഇല്ലൽ മക്തൂബ, നിർബന്ധ നിസ്കാരങ്ങൾ ഒഴികെ. അപ്പൊ നിസ്കാരം എന്ന ഇബാദത്തിന് ഏറ്റവും കൂലിയിട്ട വീട്ടിൽ നിന്നാണ്. നിർബന്ധ നിസ്കാരം ഒഴിച്ച് നിർബന്ധ നിസ്കാരത്തിന് ഏറ്റവും കൂലിയിട്ട പള്ളിയിലാണ്. പിന്നെ പുരുഷന്മാർക്ക് ജമാഅത്ത് പള്ളിയിൽ മാത്രമാണ്. ഉദ്റില്ലാതെ ഒരാൾ വീട്ടിൽ നിസ്കരിച്ചാൽ, ഇനിയിപ്പോ വജ്ജ ഞാൻ വീട്ടിൽ നിസ്കരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ ഓന നിസ്കാരമില്ല. അവന് ഭയമോ രോഗമോ എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങളോ മറ്റെന്തെങ്കിലും തടഞ്ഞു വെക്കാതെ അവൻ അകാരണമായി വീട്ടിൽ നിന്നാണ് നിസ്കരിക്കണമെങ്കിൽ ഓന നിസ്കാരമല്ല. അസ്തഗ്ഫിറുല്ലാഹ്. അതുകൊണ്ട് ജമാഅത്തായിട്ട് നിസ്കാരം ഇവിടുന്നാണ്, പള്ളിയിൽ. സുന്നത്ത് നിസ്കാരം വീട്ടിൽ നിന്ന് വളരെ ഫദ്ലുള്ള കാര്യമാണ്. അപ്പോൾ ഫർളും സുന്നത്തുമായ നിസ്കാരങ്ങൾ അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ജുമാ ദിവസം റസൂലുള്ളാഹി പറഞ്ഞു, ഖസ്സല യൗമൽ ജുമുഅ വഖ്തസല വബക്കറ വബ്തകറ വമശാ വലം യർകം വദന മിനൽ ഇമാമി വസ്തമഅ വലം യൽഗ് കാന ലഹു ബികുല്ലി ഖുത്വത്തിൻ അമലു സനതി അജ്രി സിയാമിഹാ വഖിയാമിഹാ. ഒരാൾ നേരത്തെ വീട്ടിൽ നിന്ന് കുളിച്ച് വുളു എടുത്ത് നേരത്തെ പള്ളിയിലേക്ക് നടന്നു വന്ന് ഇമാമിന്റെ തൊട്ട് അടുത്ത് തന്നെ ഒരു സീറ്റ് പിടിച്ച് അവൻ ഖുത്ബ ശ്രദ്ധിച്ചു കേട്ടു. യാതൊരു തരത്തിലുള്ള ശ്രദ്ധക്കുറവോ മറ്റെന്തെങ്കിലും കളികളോ ഒന്നുമില്ലാതെ അവന് 1 കൊല്ലം തുടർച്ചയായിട്ട് നോമ്പ് നോറ്റ, തുടർച്ചയായിട്ട് നിന്ന് നിസ്കരിച്ച 365 ദിവസം നോമ്പും 365 ദിവസം നിസ്കാരവും നിർവഹിച്ച കൂലി ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുപോലെ തന്നെ ദുഹാ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞു. തസ്ബീഹിനെ കുറിച്ച്, തഹ്ലീലിനെ കുറിച്ച്, തക്ബീറിനെ കുറിച്ച്, നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്നതിനെ കുറിച്ച്, അതുപോലെ തന്നെ വഴിയിൽ നിന്ന് മാലിന്യം നീക്കുന്നതിനെ കുറിച്ച്, അതൊക്കെ സ്വതക്കയാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൻ സല്ലൽ ഗദാ ഫീ ജമാഅ, സുബ്ഹ് ജമാഅത്തായിട്ട് നിസ്കരിച്ചു. ثم قعد يذكر الله حتى تطلع الشمس ثم صلى ركعتين كانت له كأجر حجة وعمرة. സുബ്ഹ് ജമാഅത്തായിട്ട് പള്ളിയിൽ നിസ്കരിച്ചിട്ട് കുറച്ചു നേരം, ഇപ്പൊ 20 മിനിറ്റ് തയ്ച്ചിട്ടില്ല, ദിക്ർ ചൊല്ലി അവിടെ ഇരുന്നാൽ സൂര്യൻ ഉദിച്ച് അല്പനേരം കഴിഞ്ഞ് 2 റക്അത്ത് നിസ്കരിച്ചാൽ പൂർണ്ണ ഹജ്ജും ഉംറയും നിർവഹിച്ച കൂലി. അപ്പൊ ചില ആൾക്കാരുണ്ട് അവനെ ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഹജ്ജിന് പോകണ്ടല്ലോ. അങ്ങനെയല്ല, ഹജ്ജിന്റെ പോഷൻ തന്നെ ഉണ്ട്. ഒരു കൂലിയെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കമ്പയർ ചെയ്യുന്നതോടുകൂടെ എന്നാ പിന്നെ അത് ചെയ്യേണ്ട, ഇത് ചെയ്താൽ മതി, അങ്ങനല്ല. മനസ്സിലാണല്ലോ? അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇതിനത്രയും ഫദ്ലുണ്ട്, അത്രയും പ്രതിഫലമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാള് പിന്നെ മൻ ഖറജ മിൻ ബൈതിഹി മുതതഹറൻ ഇലാ സ്വലാത്തി മക്തൂബ ഫഅജ്റുഹു കഅജ്രി ഹാജിൽ മുഹരിം. വീട്ടിൽ നിന്ന് ഉളെടുത്ത് പള്ളിക്ക് നിസ്കരിക്കാൻ വേണ്ടി പോന്നാലേ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി ഇഹ്റാമിൽ കയറിയിട്ട് പുറപ്പെട്ടവനെ പോലെയാണ്.
വമൻ ഖറജ ഇലാ തസ്ബീഹി ദുഹാ, ദുഹാ നിസ്കരിക്കാൻ വേണ്ടി ഒരാൾ പുറപ്പെട്ടാൽ, അതിനു വേണ്ടിയിട്ട് തുനിഞ്ഞാൽ കഅജ്രിൽ മുഅ്തമിർ, ഉംറ നിർവഹിച്ചവന്റെ കൂലിയാണ്. മനസ്സിലായില്ലേ? എല്ലാ കാര്യങ്ങൾ കൂടെ 2 റക്അത്തിൽ ഒതുങ്ങുന്ന റസൂൽ പറഞ്ഞു. അതേതാ? ദുഹാ നിസ്കാരമാണ്. തസ്ബീഹും തക്ബീറും എല്ലാ പുണ്യങ്ങൾ കൂടെ ഉൾക്കൊള്ളുന്ന 2 റക്അത്താണ് ദുഹാ നിസ്കാരം എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതുപോലെ ധാരാളം കൂലി കിട്ടുന്ന കർമ്മങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കണം. റമദാനിലെ ഉംറ ഹജ്ജിന്റെ കൂലിയാണ്. ഖുബായിലെ നിസ്കാരം ഉംറയുടെ കൂലിയാണ്. മാസത്തിൽ 3 നോമ്പ്, ഒരു കൊല്ലം നോമ്പ് ഒറ്റ കൂലിയാണ് അല്ലെ? ശവ്വാൽ നോമ്പ്, 6 നോമ്പ്. അതുപോലെ തന്നെ പ്രവാചകൻ ഖുർആൻ പറഞ്ഞു, ഏത്? ഇഅ്തികാഫ് ഖൈറും മിൻ അൽഫി ശഹർ, 83 കൊല്ലവും 4 മാസവും തുടർച്ചയായി ആരാധന നിർവഹിച്ച പുണ്യമാണ് റമദാന്റെ അവസാനത്തെ ഇഅ്തികാഫ്. അപ്പൊ നമ്മൾ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുന്ന 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം സുഹൃത്തുക്കളെ, ധാരാളം ഇരട്ടി കൂലി കിട്ടാനുള്ള കാര്യങ്ങൾ. അതെന്താണ്? നമ്മൾ പഠിച്ച ഇൽമ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ദഅവ സ്ഥാപനങ്ങൾ, ദീനീ സ്ഥാപനങ്ങൾ, പള്ളി, മദ്രസ, മറ്റു കാര്യങ്ങൾ, ജാരിയായ സ്വതഖ, അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുകുക. നമ്മുടെ മക്കളെ ദീനുള്ള മക്കളാക്കി വളർത്തുക. എന്നാൽ അവർ ചെയ്യുന്നതിന്റെ കൂലി നമുക്ക് കിട്ടും. നമ്മളിന്നൊരു നന്മ പഠിച്ചാൽ അവർ ചെയ്യുന്നതിന്റെ കൂലി നമുക്ക് കിട്ടും. നമ്മൾ കാരണം തൗഹീദിലേക്ക് വന്നാൽ അവൻ ചെയ്യുന്ന കൂലി നമുക്ക് ലഭിക്കും. അങ്ങനെ മറ്റുള്ളവരുടെ കൂലി കൂടെ, അവർക്ക് കിട്ടുന്ന പുണ്യം കൂടെ നേടിയെടുക്കാൻ പറ്റിയ കർമ്മങ്ങളിൽ മുഴുകുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ജീവിക്കണം. എങ്ങനെ ജീവിക്കണം? പുണ്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കണം. അതിന് നാം എന്ത് ചെയ്യണം? ആയുസ്സിൽ ബർക്കത്ത് കിട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ കൂടുതൽ മഹത്വമുള്ള പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ട കർമ്മങ്ങൾ ചെയ്യണം. 3ാമത്തേത്, നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക് ഒഴുക്കപ്പെടുന്ന കർമ്മങ്ങൾ നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഖൈറും ബർക്കത്തും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അവന്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും പ്രവേശിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ ആധികളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു ദൂരീകരിച്ചു തരട്ടെ. നമ്മുടെ പാപങ്ങളെ അല്ലാഹു മറച്ചുവെക്കുകയും മായ്ച്ചു കളയുകയും ചെയ്യുമാറാവട്ടെ. നമുക്ക് നൽകപ്പെട്ട സമ്പത്ത്, ആരോഗ്യം, സമയം, അറിവ്, കഴിവ്, മക്കൾ, കുടുംബം എല്ലാറ്റിലും അല്ലാഹു ബർക്കത്തും റഹ്മത്തും ഏറ്റി നൽകുമാറാവട്ടെ. നമ്മുടെ നല്ല മുറാദുകളെ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യവും സമാധാനവും നിലനിർത്തുമാറാവട്ടെ. ഇവിടെ അനൈക്യവും കലാപവും ഛിദ്രതയും വർഗീയതയും ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നവർക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ. അല്ലാഹുയുടെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തുമാറാവട്ടെ. അവിടെ സംഘശക്തി അല്ലാഹു ചിഹ്ന ഭിന്നമാക്കുമാറാവട്ടെ. ഫലസ്തീനിന് നേരെ കനത്ത ആക്രമണം അയച്ചുവിട്ട് മനുഷ്യാവകാശത്തിനെതിരെ വലിയ വെല്ലുവിളിയും അതുപോലെ തന്നെ വലിയ പ്രയാസങ്ങളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിനും അമേരിക്കയ്ക്കും അല്ലാഹു കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു ഗസയിലെ പാവങ്ങൾക്ക് ആശ്വാസം നൽകട്ടെ. അവർക്ക് സ്വാതന്ത്ര്യം നൽകട്ടെ. അവിടെ നഷ്ടങ്ങൾക്ക് അല്ലാഹു അതിനേക്കാൾ ഇരട്ടിയായി പകരം നൽകുമാറാവട്ടെ. ക്ഷമയും സഹനവും സ്വർഗവും അവരിലെ വിശ്വാസികൾക്ക് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമുക്കെല്ലാവർക്കും ഏറ്റവും നല്ല ഒരു ജീവിതം നയിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ المسلمين والمسلمات الأحياء منهم أموات إنك مجيب دعوات يا قاضي الحاجات اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين.